പാതയിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളും ആ നോമ്പ് നോൽക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ആ ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു എന്നാണ്. ഒരു നിർബന്ധം പോലെയാണ് കൽപ്പിച്ചത്. മുഹറത്തിലെ ആശൂറ നോമ്പ് നോൽക്കണം, അമറ എന്നാണ് പറഞ്ഞത്, കൽപ്പിച്ചു. അതൊരു ഓർഡറായിരുന്നു എന്നാണ്. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇപ്പോൾ വിശ്വാസികളൊക്കെ മുഹറം മാസമായാൽ നോമ്പ് നിർബന്ധമായി നോറ്റിരുന്നു മദീനയിൽ വന്നപ്പോൾ. എന്നാൽ ഹദീസിൽ കാണാം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റമളാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ആ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഇഷ്ടമുള്ളവർ മുഹറത്തിൽ നോമ്പ് നോറ്റാൽ മതി. ഇഷ്ടമുള്ളവർക്ക് നോൽക്കാം, അല്ലാത്തവർക്ക് നോൽക്കാതിരിക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഖുറൈശൻ കാനത്ത് തസൂമു യൗമ ആശൂറ ഫിൽ ജാഹിലിയ്യ. ഖുറൈശികൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആശൂറ നോമ്പ് നോറ്റിരുന്നു.